Welcome back to my channel. Today we are discussing about a new topic, that is corporate financial reporting. Corporate financial reportingുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചായിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആരാണ് അതിൻ്റെ യൂസേഴ്സ്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് ടു ദ എക്സ്റ്റേണൽ വേൾഡ്. ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആൾക്കാരോട്, എസ്പെഷ്യലി പുറത്തുള്ള ആൾക്കാരോട്, എന്നാൽ ഇൻറ്റേർണലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് മാനേജേഴ്സ്, അതുപോലെ തന്നെ എംപ്ലോയീസ്, ബിസിനസ്സിൻ്റെ ഓണേഴ്സൊക്കെ ആയിട്ട് വരും. എക്സ്റ്റേണൽ വേൾഡ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പബ്ലിക്സ്, ഇവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇനി എന്താണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് that allows companies to record operating data and report accurate accounting statements at the end of each month, quarter and year. കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതൊരു ആക്ടിവിറ്റിയിൽ നിൽക്കില്ല, അതൊരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ആ സീരീസ് ഓഫ് ആക്ടിവിറ്റീസിൽ എന്താ സംഭവിക്കുന്നത്, ദാറ്റ് അലൗസ് കമ്പനീസ് ടു റെക്കോർഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. കമ്പനിയെ അത് അനുവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് അത് സൗകര്യമൊരുക്കുന്നുണ്ട്. ആ കമ്പനിയുടെ ഓപ്പറേഷൻസ്, കമ്പനിയുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ റെക്കോർഡ് ചെയ്യാനും, മാത്രമല്ല ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വഴി അത് റിപ്പോർട്ട് ചെയ്യാനും, ആർക്കാണോ വേണ്ടത് അവരിലേക്ക് റിപ്പോർട്ട് ചെയ്യാനും ഈ കമ്പനിയെ അനുവദിക്കുന്ന, അല്ലെങ്കിൽ കമ്പനിക്ക് സൗകര്യമൊരുക്കുന്ന ഒരു പ്രോസസ്സാണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്, ഓരോ മാസത്തിൻ്റെ അവസാനമാവാം, അതല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ, ഓരോ 3 മാസത്തിൻ്റെ അവസാനമാകാം, അതുമല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് എ ഇയർ, ഒരു ഇയറിൻ്റെ അവസാനമാകാം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ യൂസേഴ്സ് ഇൻ മേക്കിംഗ് റാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രെഡിറ്റ് ആൻഡ് സിമിലർ ഡിസിഷൻസ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഒന്നാമത്തെ ലക്ഷ്യമാണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. ആർക്കൊക്കെയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ് നൽകുന്നത്? ടു ദ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നുണ്ട്. പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആൻഡ് ക്രെഡിറ്റേഴ്സിന്, അതുപോലെ തന്നെ മറ്റുള്ള യൂസേഴ്സിനൊക്കെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വഴി ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻസ് ഒക്കെ നൽകുന്നത്? ടു മേക്കിംഗ് റാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അവർക്ക് റാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ, റാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ, നഷ്ടം വരാത്ത രീതിയിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് ഇവർക്ക് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വഴി ഇൻഫർമേഷൻസ് നൽകുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് റാഷണൽ ക്രെഡിറ്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് എങ്ങനെ ക്രെഡിറ്റ് നൽകാൻ പറ്റും. അതുപോലെ തന്നെ സിമിലർ ഡിസിഷൻസ്, മറ്റുള്ള ഡിസിഷൻസൊക്കെ എങ്ങനെ കൃത്യമായിട്ട് നൽകാനും എടുക്കാനും പറ്റും എന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആദ്യമായിട്ട് നൽകുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് ഈ ഒരു കാര്യം. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു? റാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിന്, അതുപോലെ തന്നെ അല്ലെങ്കിൽ റാഷണൽ ക്രെഡിറ്റ്, അതുപോലെ തന്നെ മറ്റുള്ള സിമിലർ ഡിസിഷൻസിനൊക്കെയാണ് ഇവർക്ക് ഇൻഫർമേഷൻസ് നൽകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, it should provide information to help investors, creditors and others to assess the amount, timing and uncertainty of prospective net cash inflows to the related enterprise.
നോക്കൂ, സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ മറ്റൊരു ഇൻഫർമേഷൻസ് കൂടി നൽകുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ള ഇൻഫർമേഷനാണ് നൽകുന്നത്? ടു അസസ് ചെയ്യാനാണ്, കാൽക്കുലേറ്റ് ചെയ്യാനാണ്, മനസ്സിലാക്കാനാണെങ്കിൽ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനാണ് എന്ത് എമൗണ്ട്, അതില്ലെങ്കിൽ ടൈമിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് പ്രോസ്പെക്റ്റീവ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ടു ദ റിലേറ്റഡ് എൻ്റർപ്രൈസസ്. ഈ ഇൻവെസ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഏത് ബിസിനസ്സുമായി ആയിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിൽ നിന്ന് ചില നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് അവർക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിട്ടേൺ, അതുപോലെ തന്നെ ക്രെഡിറ്റ് നൽകുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഇൻഫ്ലോസ് ഇവിടെ എത്രയായിരിക്കും എമൗണ്ട് എന്ന്, അതുപോലെ തന്നെ അത് ഈ എപ്പോൾ കിട്ടും, അതിൻ്റെ ടൈമിംഗ് എപ്പോഴാണ്, അതുപോലെ തന്നെ അൺസർട്ടനിറ്റി, ഇത് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനിശ്ചിതത്വം ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടി ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ബൈ ഇൻവെസ്റ്റേഴ്സിനും പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നൽകുന്നുണ്ടെന്നാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ എക്കണോമിക് റിസോഴ്സസ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സാമ്പത്തിക റിസോഴ്സസ്, വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഇൻഫർമേഷൻസ് നൽകുക എന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് മീൻസ് അവരുടെ അസറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ, അവരുടെ റിസർവ്സുകൾ, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ്, ഇങ്ങനെ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസുകൾ എന്തൊക്കെയാണ്, അവരുടെ ലോൺസ് ഉണ്ടോ, ഡെപ്റ്റ് ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ എത്ര, ഇങ്ങനെ ഫിനാൻഷ്യൽ റിസോഴ്സസുകൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ നൽകുക എന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഫോർത്ത് വൺ, ഇറ്റ് ഷുഡ് ഫർണിഷ് ഇൻഫർമേഷൻ അബൌട്ട് ദ എൻ്റർപ്രൈസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഡ്യൂറിങ് എ പീരീഡ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന കാര്യം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ എന്ന കാര്യത്തെ പ്രൊവൈഡ് ചെയ്യാനാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് എന്നാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഒരു പീരീഡിൽ, ഒരു 1 ഏപ്രിൽ ടു 31 മാർച്ച് എന്ന് പറയുന്ന ഒരു ഇയറിലെ പീരീഡുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അത് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, മറ്റൊരു ഒബ്ജക്റ്റീവ് നോക്കാം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹൗ ആൻ എൻ്റർപ്രൈസ് ഒബ്റ്റെയിൻസ് ആൻഡ് സ്പെൻഡ്സ് ക്യാഷ്, about its borrowings and repayment of borrowings. It should provide information about how an enterprise obtains and spends cash. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് ക്യാഷ് കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ നൽകുക എന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല അബൌട്ട് ഇറ്റ്സ് ബോറോയിങ്സ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ബോറോയിങ്സ്, ഒരു ബിസിനസ് എങ്ങനെയാണ് ബോറോയിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ബോറോയിങ് റീപേയ്മെൻറ്റ് ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വഴി നൽകുന്നുണ്ട് എന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ ചെക്ക് ചെയ്താൽ അറിയും എന്തൊക്കെയാണ് ബോറോയിങ്സ് ഉള്ളത്, എങ്ങനെയൊക്കെ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയാൽ അറിയും ഇൻകം ഉണ്ടോ, ഇൻകം ഉണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ, അത് ആ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ച് റീപേയ്മെൻറ്റ്, ബോറോയിങ്സ് ഒക്കെ റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അതിന് വേണ്ടിയുള്ള ഇൻകം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്സ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് including cash dividends and other distributions of enterprises resources to owners. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻസ് നൽകുക. ആർക്കാണ്, എന്തിനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് നൽകുന്നത്? ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഓണേഴ്സിന് ഇൻഫർമേഷൻസ് നൽകുന്നത്. ഓണേഴ്സാണ് ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തി, ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ അസറ്റാണ് വാങ്ങിയത്, ഓക്കെ, ഏതൊക്കെ ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടത്തിയത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുക എന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുമാത്രമല്ല ഈ ഓണേഴ്സിന് തന്നെ ക്യാഷ് ഡിവിഡൻഡ്, അതുപോലെ മറ്റുള്ള ഡിസ്ട്രിബ്യൂഷൻസ്, എന്തെങ്കിലും പ്രോഫിറ്റിൻ്റെ ഷെയർ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, ഈ കാര്യങ്ങളും കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫാക്ടേഴ്സ് ദാറ്റ് മേ അഫക്റ്റ് ദ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഓഫ് ആൻ എൻ്റർപ്രൈസ്. മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്?
ഒരു ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റിയെയും സോൾവൻസിയെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നൽകുന്നു. ലിക്വിഡിറ്റി മീൻസ് ഒരു ബിസിനസ്സിന് അതിൻ്റെ ചില കറണ്ട് അസറ്റ്സുകൾ ഉണ്ടാകും, അതിനെ പെട്ടെന്ന് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ ആ ബിസിനസ്സിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന് ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാം. ഓക്കെ, ബിസിനസ് അതുപോലെ തന്നെ സോൾവൻസി, ആവശ്യത്തിന് ക്യാഷ് ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്ന കറണ്ട് അസറ്റുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്ന അസറ്റ്സുകളാണ്. ഇങ്ങനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വഴി ഒരു ബിസിനസ്സിന് സോൾവൻസി ഉണ്ടോ അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ള ഇൻഫർമേഷൻസ് ഓണേഴ്സിന് നൽകുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുക എന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹൗ മാനേജ്മെൻറ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഹാസ് ഡിസ്ചാർജ്ഡ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു ദ ഓണേഴ്സ് ഫോർ ദ യൂസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് റിസോഴ്സസ് എൻട്രസ്റ്റഡ് ടു ഇറ്റ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. എന്തിനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് നൽകുന്നത്? ഹൗ മാനേജ്മെൻറ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഹാസ് ഡിസ്ചാർജ്ഡ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു ദ ഓണേഴ്സ്. ബിസിനസ്സിൻ്റെ ഓണേഴ്സ് മാനേജേഴ്സിൻ്റെ മുകളിൽ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സസുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഓരോ മാനേജേഴ്സിനും ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അവരുടെ മുകളിലൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഈ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട മാനേജേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഇത് കൃത്യമായിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ ഈ റെസ്പോൺസിബിലിറ്റി, ഇവർ ഈ ബിസിനസ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഓണേഴ്സിന് നൽകാനും മാനേജ്മെൻറ്റിനെ സഹായിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ിലൂടെ ഓണേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും മാനേജേഴ്സ് എങ്ങനെയാണ് ഫിനാൻസുകൾ കൈകാര്യം ചെയ്തത്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അസറ്റ്സും ലയബിലിറ്റീസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയൊക്കെ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് വഴി സാധിക്കും ഓണേഴ്സിന്. ഓക്കെ, അപ്പോൾ അതിന് മാനേജ്മെൻറ്റിനെ സഹായിക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഓണേഴ്സ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനേജേഴ്സിന് യൂസ്ഫുള്ളായ രീതിയിലുള്ള ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന് യൂസ്ഫുള്ളായ രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഓണേഴ്സ്, ബിസിനസ്സിൻ്റെ ഓണേഴ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഓണേഴ്സിനും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനും ആവശ്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ എക്സ്പെർട്ട് അക്കൗണ്ടിംഗ് ബോഡി ഓർ ഗവൺമെൻറ് or other regulatory body covering the aspects of recognition, measurement, treatment, presentation and disclosure of accounting transactions in the financial statements. ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ഇത് ബൈ ഹാർട്ട് ചെയ്യുക. നെക്സ്റ്റ്, എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ മീനിങ് സിമ്പിൾ പറയുന്നത് നോക്കാം. സിമ്പിളായിട്ട് എന്താ പറയുന്നത് നോക്കാം. ആൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് എ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ്സ് ആൻഡ് സ്റ്റാൻഡർഡൈസസ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രിൻസിപ്പിൾസാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസാണ്. ആ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ്സ് ആൻഡ് സ്റ്റാൻഡർഡൈസസ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്. അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം, അക്കൗണ്ടിങ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് അതിനെ ഗൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രിൻസിപ്പിൾസാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ അസറ്റിനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ഓരോ ക്ലോസിംഗ് സ്റ്റോക്കിന് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ലയബിലിറ്റീസ് ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെ കൃത്യമായിട്ട് ചില സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്തിട്ട് കൊണ്ട് അല്ലെങ്കിൽ ചില ഫോർമാറ്റുകളിലൂടെ ചില മെത്തേഡുകളിലൂടെ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു കൂട്ടം പ്രിൻസിപ്പിൾസാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എന്താണ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് വാല്യുവേഷൻ നോംസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസി പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു വാല്യുവേഷൻ നോംസ്, എങ്ങനെ വാല്യൂ ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യണം, സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യണം, ഇങ്ങനെ വാല്യുവേഷൻ നോംസ് പ്രൊവൈഡ് ചെയ്യുക.
അതുപോലെ തന്നെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. ഏത് രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക, ഡിസ്ക്ലോഷർ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. മറ്റൊന്ന്, ടു മേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മോർ മീനിങ് ആൻഡ് കമ്പയറബിൾ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുക. അതല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാൻ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യാൻ താരതമ്യം ചെയ്യാൻ സൗകര്യമൊരുക്കുക എന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ടു ഹാർമോണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഓർഡർ ടു എൻഷ്യൂർ സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിങ് പോളിസീസ്, വ്യത്യസ്തങ്ങളായ അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസസുകളൊക്കെ ഉണ്ട്. ഇതിലൊരു പൊരുത്തം കൊണ്ടുവരിക. ഓക്കെ, ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസിനെയും പ്രാക്ടീസുകളെയും ഒക്കെ ഒരു പൊരുത്തം കൊണ്ടുവരിക, ഒരു രൂപസാദൃശ്യം അല്ലെങ്കിൽ ഒരു സാദൃശ്യം കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷ്യൂർ സ്റ്റാൻഡർഡൈസേഷൻ, ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഹാർമോണൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസുകളും തമ്മിൽ ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു പൊരുത്തം കൊണ്ടുവരികയാണ് എന്നതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഒബ്ജക്റ്റീവ് പറയുന്നു, ടു എനേബിൾ ദ കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക എന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ദെയർബൈ ഇംപ്രൂവ് റിലയബിലിറ്റി ആൻഡ് യൂസ്ഫുൾനെസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിലയബിലിറ്റിയും അതുപോലെ തന്നെ യൂസ്ഫുൾനെസ്സും ഒക്കെ ഇൻക്രീസ് ചെയ്യുമെന്നതാണ് ഒരു ഗുണമായിട്ട് പറയുന്നത്. ഓക്കെ, മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത് ടു റിമൂവ് വേരിയേഷൻസ് ഇൻ ദ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസിൻ്റെ എന്തെങ്കിലും വേരിയേഷൻസ്, അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസിൽ എന്തെങ്കിലും വ്യത്യസ്തതകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങളും വേരിയേഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക എന്നതാണ്. എന്നിട്ട് ഒരു യൂണിറ്റി കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺസ്. ഇൻ്റർഫേം കമ്പാരിസണും അതുപോലെ തന്നെ ഇൻട്രാഫേം കമ്പാരിസണും സാധ്യമാക്കുക എന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുക. ഇൻട്രാഫേം എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഉള്ളിൽ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പരസ്പരം അങ്ങോട്ട് കമ്പയർ ചെയ്യുക. ഈ കമ്പാരിസൺ സാധ്യമാക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയെന്ന് നോക്കാം. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് ബിസിനസ്സിനുള്ള ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. First one, by adopting the accounting standards, confusing variations in the accounting treatment used to prepare financial statements is reduced. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ ഉണ്ടാവും, വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ഒരൊറ്റ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം റെഡ്യൂസ് ചെയ്യപ്പെടും, എല്ലാം ഇല്ലാണ്ടാവും, കുറയും എന്നാണ് ആദ്യത്തെ ബെനിഫിറ്റായിട്ട് പറയുന്നത്. Second one, accounting standards describes the accounting principles, valuation techniques, method of applying accounting principles so as to ensure true and fair view of the financial statements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊണ്ടുവരാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സഹായിക്കും. എങ്ങനെയാണത് കൊണ്ടുവരാൻ പറ്റുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരുപാട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും വാല്യുവേഷൻ ടെക്നിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുകൂടെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇതിനെക്കുറിച്ചൊക്കെ, അക്കൗണ്ടിങ്ങിനെക്കുറിച്ചൊക്കെ, മെത്തേഡിനെക്കുറിച്ചും ടെക്നിക്സിനെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു സത്യസന്ധത കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു വിശ്വാസ്യത കൊണ്ടുവരാൻ സഹായിക്കുമെന്നതാണ് മറ്റൊരു ബെനിഫിറ്റായിട്ട് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി സിറ്റുവേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് കമ്പനീസ് സിറ്റുവേറ്റഡ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കമ്പാരിസൺ ആണ്. കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ഒരു രാജ്യത്തിൻ്റെ ഡിഫറെൻറ്റ് ഏരിയയിലുള്ള സിറ്റുവേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രികളായാലും കമ്പനികളായാലും അവരുടെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് സാധിക്കും. കാരണം ഒരൊറ്റ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ കമ്പനികളും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ കമ്പനികളിലും സെയിം ആയിരിക്കും.
ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എന്നത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കമ്പനികളിലും ഒരൊറ്റ മെത്തേഡായിരിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ വളരെ എളുപ്പമാകും എന്നതാണ് ഒരു ഗുണമായിട്ട് പറയുന്നത്. ഓക്കെ. മറ്റൊന്ന്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എമംഗ് വേരിയസ് ഗ്രൂപ്പ്സ്. വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ തമ്മിൽ, മാനേജേഴ്സ് ആയാലും എംപ്ലോയീസ് ആയാലും, പിന്നെ ഈ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം, ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള സാമ്പത്തികപരമായിട്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും താല്പര്യക്കുറവുകൾ, കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലാണ്ടാക്കാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സഹായിക്കും എന്നതാണ് മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിലെ മാനേജേഴ്സ് ചില അസറ്റിനെ അവർ പറയുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് പറയുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് അവിടെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് എങ്ങനെയാണ് ആ അസറ്റ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അത് മാത്രമേ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുമെന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ദ ഓഡിറ്റേഴ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് and any deviation can be disclosed in the reports so that the user is aware of such deviations. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഓഡിറ്റേഴ്സിന് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, പരിശോധിക്കുന്ന സമയത്ത് ഓഡിറ്റേഴ്സിന് പെട്ടെന്ന് ഡീവിയേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓഡിറ്റർക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറയുന്ന രീതിയിലല്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രിപ്പയർ ചെയ്തതെന്ന് ഓഡിറ്റർക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നൽകുന്ന മറ്റൊരു ബെനിഫിറ്റ്. ഓക്കെ. അതുപോലെ തന്നെ യൂസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ്സ് കേസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകളുമായി ബന്ധപ്പെട്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുള്ള പല ഐറ്റംസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാക്കാനും അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ദ അക്കൗണ്ടൻസിന് ഒരു ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറയുന്ന രീതിയിൽ ഓരോ ഐറ്റത്തെയും ട്രീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം അക്കൗണ്ടൻസിന്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിന് ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദർ മേ ബി ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ടു സെർട്ടീൻ അക്കൗണ്ടിംഗ് പ്രോബ്ലംസ്. ചില അക്കൗണ്ടിംഗ് പ്രോബ്ലംസിന് ഒരുപാട് ആൾട്ടർനേറ്റീവായിട്ട് ഇതര വഴികളുണ്ടാവും, ഇതര സൊല്യൂഷൻസ് ഉണ്ടാവും അത് പരിഹരിക്കാൻ. എന്നാൽ the choice between different alternative accounting treatments may become difficult. എന്നാൽ ഇങ്ങനെ ഇതര വഴികൾ നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ലാണ്ടാവുന്നുണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറയുന്ന പോലെ ആയിരിക്കും അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. എന്നാൽ അതിനേക്കാൾ എളുപ്പത്തിലുള്ള ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. ആ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നു, there may be a trend towards rigidity and away from flexibility in applying the accounting standard. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ചില സമയങ്ങളിൽ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് റിജിഡാണ്, കുറച്ച് ടഫാണെന്നാണ് പറയുന്നത്. എവേ ഫ്രം ഫ്ലെക്സിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി അവിടെ ലഭ്യമല്ല, മാത്രമല്ല റിജിഡിറ്റിയാണ് ചില കേസുകളിലൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു ലിമിറ്റേഷനാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് cannot override the statute. നിയമത്തെ ഇല്ലാണ്ടാക്കാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് പറ്റില്ല. എന്നാൽ the standards are required to be framed within the purview of prevailing statutes. Okay, the standards are required to be framed within the purview of prevailing statute. നിയമത്തെ ഓവർറൈഡ് ചെയ്യാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് പറ്റില്ല. എന്നാൽ the standards are required to be framed. സ്റ്റാൻഡേർഡ്സ് പ്രചാരത്തിലുള്ള നിയമം അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഫ്രെയിം ചെയ്യാൻ മാത്രമേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്, അല്ലെങ്കിൽ ഫ്രെയിം ചെയ്തത് മാത്രമാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അല്ലാതെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നിയമത്തെ മാറ്റി നിർത്തി അവിടെ ഒരു നിയമവ്യവസ്ഥയായിട്ട് വന്ന സംഭവമല്ല എന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇതാണ് നിയമത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫറൻസസ് ഇൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആർ ബൗണ്ട് ടു ബി ദർ
ബിക്കോസ് ഡിഫറൻസസ് ഇൻ ലീഗൽ സിസ്റ്റം ആൻഡ് ട്രഡീഷൻസ് ഫ്രം വൺ കൺട്രി ടു അനദർ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ കേസുകളിൽ ഡിഫറൻസുകൾ വന്നിട്ടുണ്ടെന്നാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് ഒരു കമ്പനിയിൽ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും രാജ്യത്തിന് മറ്റൊരു ഭാഗത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും തമ്മിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെയിം ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ അതുപോലെ തന്നെ ട്രഡീഷൻസ് അവിടുത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഒരു ഹാർമണി അല്ലെങ്കിൽ ഒരു ഐക്യമുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഡിഫറൻസസ് ഉണ്ടാവുമെന്നാണ് മറ്റു ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ലിമിറ്റേഷൻ പറയുന്നു, ദേ ക്രിയേറ്റ് അഡീഷണൽ അൺനെസസറി വർക്ക് വിച്ച് മേ അഫക്റ്റ് ഫീസ് പർട്ടിക്കുലർലി ഇൻ ഓഡിറ്റിംഗ് ഓഫ് സ്മോൾ കമ്പനീസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള വർക്ക് ലോഡ് കൂടുന്നു ബിസിനസ്സിൽ. ഓക്കെ, ഇതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ കോസ്റ്റും വരുന്നു എന്നതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്.